ജിസ ടീച്ചർ നമുക്കെല്ലാം സുപരിചിതയായ എഴുത്തുകാരിയാണ്. നിരന്തരം നമ്മെ വല്ലാതെ ആകർഷിക്കുന്ന നോവലുകൾ എഴുതുകയും അതോടൊപ്പം തന്നെ മികച്ച കവിതകൾ എഴുതുകയും ചെയ്യുന്ന ജിസ ടീച്ചറിനോടൊപ്പം ഇരിക്കാൻ കഴിയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ടീച്ചറിൻ്റെ എഴുത്തിനെ നിരന്തരം പിന്തുടരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കൂടുതൽ ഇഷ്ടമാണ്. പലപ്പോഴും ടീച്ചറിൻ്റെ കവിതകൾ നോവലുകളേക്കാൾ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അത് ഞാൻ ടീച്ചറിനോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ജിസ ജോസ് എന്നറിയപ്പെടുന്നത് ഒരു നോവലിസ്റ്റ് എന്നുള്ള രീതിയിലാണ്. മുദ്രിത പോലുള്ള ഒരു കൃതി മലയാളത്തിന് സമ്മാനിച്ച വളരെയധികം കൈയടക്കമുള്ള ഒരു എഴുത്തുകാരിയാണ് ജിസ ടീച്ചർ. എന്നേക്കാൾ ചിലപ്പോൾ ജിസ ടീച്ചറെ വായിച്ചിട്ടുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും. പുതിയ നോവൽ വന്നിട്ട് 5 ദിവസമേ ആകുന്നുള്ളൂ. റൂത്തിൻ്റെ പുസ്തകം രക്ഷയുടെയും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സാമാന്യം വലിപ്പമുള്ള ഒരു നോവലാണ്. 400-ലധികം പേജുകൾ നോവലിലുണ്ട്. അപ്പോൾ അതിൻ്റെ വലിപ്പത്തിലേക്ക് തന്നെ കടക്കാമെന്ന് തോന്നുന്നു. ഈ പുസ്തകം പരിചയപ്പെടുത്തി ടീച്ചറോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് 5 ദിവസമേ ആകുന്നുള്ളൂ. ഞാൻ രാവും പകലും മെനക്കെട്ടാണ് ഈ പുസ്തകം വായിച്ചത്. പക്ഷേ വായന എനിക്കൊരിക്കലും ഒരു ദുർഘടമായ യാത്രയൊന്നും ആയില്ല. വളരെ നന്നായിട്ട് വായിക്കാൻ സാധിച്ചു. വളരെ രസകരമായി വായിച്ചു. ഇതിൻ്റെ വായന പൂർത്തിയാകുമ്പോൾ ഇതിൻ്റെ കഥ പറയുന്നതൊക്കെ അനൗചിത്യമാണ്. പുസ്തകം ഇനിയും ആൾക്കാരുടെ കയ്യിലേക്ക് എത്താൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആകാംക്ഷ നിലനിർത്തേണ്ടത് എൻ്റെ ഒരു ചുമതലയായിട്ട് ഞാൻ കരുതുന്നു. പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിൽ വന്ന ആദ്യത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ റൂത്തിൻ്റെ പുസ്തകം രക്ഷയുടേതും എന്നത് ജിസ ജോസ് എന്നുള്ള എഴുത്തുകാരി വളരെയധികം ആവേശത്തോടുകൂടി എഴുതിയിരിക്കുന്ന ഒരു നോവലായിട്ടാണ് തോന്നിയത്. മുദ്രിതയിലും മുക്തബാഹിനിയിലും കാണാത്ത ഒരു വലിയ പ്രത്യേകതയായിട്ടാണ് അതെനിക്ക് അനുഭവപ്പെട്ടത്. നോവലിൻ്റെ എല്ലാ സാധ്യതകളും, നോവൽ നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യവും ടീച്ചർ ഇതിൽ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കാല നോവലിൻ്റെ ഒരു മോഡലായിട്ട്, അല്ലെങ്കിൽ നോവൽ ഇങ്ങനെയും നമുക്ക് എഴുതാം എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് എനിക്ക് റൂത്തിൻ്റെ പുസ്തകം രക്ഷയുടേതും എന്നത് വായിച്ചപ്പോൾ ആദ്യം അനുഭവപ്പെട്ടത്. എന്തായാലും പുസ്തകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ക്യാൻവാസ്, വളരെ വലിയൊരു ക്യാൻവാസ്, വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി നോവലിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എഴുതാനുള്ള ഒരു തീരുമാനം, അത് മുദ്രിതയിലും മുക്തബാഹിനിയിലും നമ്മൾ കാണാത്തതാണ്. അങ്ങനെ ഒരു സാധ്യത പ്രയോജനപ്പെടുത്താനുണ്ടായ ഒരു അവസരത്തെപ്പറ്റി, അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാനുള്ള കാരണത്തെപ്പറ്റി ടീച്ചർ ആദ്യം ഒന്ന് പറഞ്ഞാൽ നന്നായി. എല്ലാവർക്കും നമസ്കാരം. ബുക്കിൻ്റെ ഇങ്ങനൊരു നോവൽ എഴുതാനുള്ള കാരണം ആണ് ചോദിച്ചത്. അപ്പോൾ വളരെ സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങനെ കൃത്യമായൊരു കാരണം അതിനില്ല. എൻ്റെ ഒരു നോവൽ എഴുത്തിനും അങ്ങനെ ഒരു കാരണമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും എഴുത്ത് തുടങ്ങാറുള്ളത്. ആരെങ്കിലും ഇത് വായിക്കും, അല്ലെങ്കിൽ അതൊരു നോവലാകും എന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ, ആദ്യത്തെ ചാപ്റ്റർ എഴുതുന്നു, അങ്ങനെ അതിൻ്റെ കൂടെ ചേർന്ന് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ മുൻകൂട്ടി ഒരു ബ്ലൂ പ്രിൻറ്റ് അങ്ങനത്തെ ഒരു സംഗതി എൻ്റെ ഒരു എഴുത്തിനും ഇല്ലാത്തതുപോലെ ഈ പുസ്തകത്തിനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ച്, ഈ പുസ്തകത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. ഒരിക്കൽ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ ഒരു പുസ്തകം യാദൃശ്ചികമായിട്ട് വെറുതെ പുസ്തകങ്ങൾ നോക്കി നടക്കുന്ന സമയത്ത് വലിച്ചെടുത്ത ഒരു പുസ്തകത്തിനുള്ളിൽ ഒരു പേപ്പർ കഷ്ണം ഉണ്ടായിരുന്നു. അത് വേറെ ഏതോ പുസ്തകത്തിൽ നിന്ന് കീറി വന്ന ഒരു കഷ്ണമാണ്. അപ്പോൾ അത് ആരുടെ പുസ്തകമാണെന്നോ അങ്ങനെ അറിയാനുള്ള യാതൊരു സൂചനയും അതിലില്ല. അപ്പോൾ ആ പേപ്പറിൽ വെറുതെ ഞാൻ വിടർത്തി നോക്കിയപ്പോൾ, നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ ഒരു കൗതുകം കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അതിൽ ലോകത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ചുമതല സ്ത്രീകൾക്കാണുള്ളത്. അവർക്കാണ് സഹനം, ത്യാഗം, ക്ഷമ, സമർപ്പണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളത് സ്ത്രീകൾക്കാണ്. അപ്പോൾ ലോകത്തെ നന്നാക്കാനുള്ള
ചുമതല സ്ത്രീകൾക്കാണെന്നൊക്കെ ആ അർത്ഥത്തിൽ വരുന്ന കുറച്ച് വാചകങ്ങളായിരുന്നു. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകത്തിലെയാണ് സത്യം പറഞ്ഞാൽ. അത് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ദാദാ ലേഖരാജ് എന്ന് പറയുന്ന ബ്രഹ്മകുമാരി ആ സംഘം സ്ഥാപിച്ച ഓം മണ്ഡലി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിയ, സ്ത്രീകൾക്ക് വേണ്ടി സൃഷ്ടിച്ച ആളുടെ പുസ്തകത്തിൽ നിന്ന് കീറി വന്ന ഒരു പേജായിരുന്നു അത്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ സത്യം പറഞ്ഞ റൂത്തിൻ്റെയും ലക്ഷ്യയുടെയും പുസ്തകം എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ എഴുതാൻ തുടങ്ങുമ്പോൾ എനിക്കറിയില്ല അത് ഇങ്ങനെയാണ് വളരുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ട ഒരുപാട് കഥകൾ, 1950 മുതലാണ് ഇതിലെ കഥ ആരംഭിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് കുട്ടിക്കാലം കഴിച്ചു പോകുന്ന, ചെറുപ്പം ബാല്യകാലം കഴിഞ്ഞു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഓർമ്മകളിലൂടെയാണ് കഥ വളരുന്നത്. അവളുടെ ഓർമ്മകൾ ശിഥിലമായിട്ടുള്ള വെച്ചാൽ എനിക്ക് തോന്നി ഇത് വളരെ ഒരുപാട് കഥകളുടെ ഒരു പുസ്തകമാണ് ഈ റൂത്തിൻ്റെ പുസ്തകം. ഒരുപാട് അനുഭവങ്ങളുടെ ഒരു പുസ്തകമാണ്. അത് ഒരാളുടെ മാത്രം അനുഭവമല്ല. ഈ റൂത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ചെറുപ്പകാലം മുതൽ കണ്ട ഒരുപാട് പേരുടെ, അവൾ കണ്ടത്, അവളുടെ നോട്ടം. അപ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള വളരെ 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 വിചിത്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേര് അതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നിയത് ആ കാലത്തെ മധ്യ കേരളത്തിലെ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ വളർന്ന ഒരു പെൺകുട്ടി, ബൈബിളും പള്ളിയും പെസഹായും ക്രിസ്മസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കാഴ്ചകളിലൂടെ, പൊതുവെ ദാരിദ്ര്യത്തിൻ്റെ കാലം കൂടിയാണത്. അപ്പോൾ ഒട്ടും സമ്പന്നമല്ലാത്ത ഒരു കുടുംബത്തിലെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിനുള്ളിൽ നിന്ന് കൂട്ടുകുടുംബത്തിലെ ഒരു പെൺകുട്ടി കാണുന്ന ഒരുപാട് കാഴ്ചകൾ, അതാണ് നോവലിൻ്റെ ആദ്യ ഭാഗത്തുള്ളത്. അപ്പോൾ അത്തരം അനുഭവങ്ങളൊക്കെ എനിക്ക് അത് കേട്ട് കേൾവിയാണ്. ഞാൻ ആ കാലത്ത് ജീവിച്ച ആളല്ല, പക്ഷേ എൻ്റെ പേരൻസ് ആ ഒരു കാലം കടന്നു വന്നവരാണ്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ, അവർ പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിൽ കിടന്നത് ഈ നോവലിൻ്റെ എഴുത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ടെൻഷനുണ്ട്. ഞാൻ സാധാരണ എൻ്റെ പുസ്തകങ്ങൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് വായിക്കുക എന്ന് എനിക്ക് അങ്ങനെ വലിയ ആകാംക്ഷ തോന്നാറില്ല. പക്ഷേ ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട്. അവരത് പലതും അവർ പറഞ്ഞു തന്നതാണ്. അവർ തന്നെ ഇതിൽ വേറെ വേറെ പേരുകളിൽ കഥാപാത്രങ്ങളായിട്ടുണ്ടാവും. അത് അവർ തിരിച്ചറിയും. അത് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയധികം ഒരു വേവലാതി കൂടിയുള്ളൊരു എഴുത്താണിത്. പുസ്തകം അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്ക് മാത്രമല്ല മറ്റ് ബന്ധുക്കൾക്കൊക്കെ ചിലപ്പോൾ അവർക്കും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയേക്കും, വായിക്കുന്നവരുണ്ടെങ്കിൽ. എന്തായാലും അച്ഛനും അമ്മയും വായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊരു പേടിയുണ്ട്. പിന്നെ ഉള്ളത് രണ്ടാമത്തെ ഭാഗത്ത് ഒരു അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് വന്ന ഒരു ബീഹാറി സ്ത്രീ, അപ്പോൾ അവളുടെ ജീവിതം, അവളുടെ മകളാണ് ഇതിൽ റൂത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വരുന്ന ഒരു പരിചരണ തൊഴിലാളി. അപ്പോൾ അവളിലൂടെ അവളുടെ അമ്മയുടെ ജീവിതം, ബീഹാറിലെ ജീവിതം, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ നോവലിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൂത്തിൻ്റെ അനുഭവങ്ങൾ നോവലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വേറൊരു സ്ത്രീ. അപ്പോൾ അങ്ങനെയാണ് കഥ വളരുന്നത്. കഥ അപൂർണമായിട്ടാണ് അവസാനിക്കുന്നത്. കാരണം ഇനിയും ഒരുപാട് പൂരിപ്പിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് സ്ത്രീകളുടെ കഥകൾ ഒരിക്കലും പറഞ്ഞാലും തീരാത്തതാണ്. എത്രയോ എങ്ങനെയൊക്കെയുള്ള അനുഭവരാശികളിലൂടെയാണ് അവർ കടന്നു പോരുന്നത്. അപ്പോൾ ഈ നോവലിൻ്റെ ക്യാൻവാസ് കുറച്ച് വിപുലമാണ്. മുക്തിവാഹിനിയിലും അങ്ങനെയാണ്. പക്ഷേ എനിക്ക് തോന്നി ഇത് കുറച്ചും കൂടി വിപുലമാണ്. ഇപ്പോൾ പ്രിയദർശൻ നോവലിൻ്റെ പുതിയ സാധ്യതകൾ ഉപയോഗിച്ച പുസ്തകം എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാനത് ബോധപൂർവം ചെയ്തതല്ല. ചിലപ്പം ഓരോ നോവൽ എഴുതുമ്പോഴും നമ്മൾ കൂടുതൽ സ്വയം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും, നമ്മൾ മാറുന്നുണ്ടാവും. പിന്നെ നമ്മൾ ധാരാളമായിട്ട് വായിക്കുമ്പോൾ അതും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പറഞ്ഞത് ഞാനൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നു. അത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നോവലിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സാധ്യതകളെ നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നൂറുകണക്കിന് സംഭവങ്ങളാണ് റൂത്തിൻ്റെ പുസ്തകത്തിലുള്ളത്. ആ സംഭവങ്ങളുടെ ഒരു വലിയ തുടർച്ച, അനുഭവങ്ങളുടെ ഒരു വലിയ തുടർച്ച വളരെ ഭംഗിയായിട്ട് ടീച്ചർ ഇതിൽ കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു നല്ല ക്രാഫ്റ്റ്മാൻ്റെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയുടെ ഒരു വലിയ ലക്ഷണമായിട്ടാണ് കാണുക. നമ്മുടെ പുസ്തകത്തെപ്പറ്റി അധികം പറയണ്ട എന്ന് പറയുമ്പോഴും പുസ്തകത്തിൻ്റെ പുറമേ നിന്ന് സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം. കാര്യം പുസ്തകം വായിക്കപ്പെടേണ്ടതാണ്. ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കൂടുതൽ നന്നായിട്ട് സംസാരിക്കാം. എങ്കിലും ഇപ്പോൾ ടീച്ചർ ഇവിടെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു. സ്ത്രീകൾ അനുഭവിച്ച ഒരു 1950കളിൽ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ സ്ത്രീകൾ അനുഭവിച്ച ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും, അത് മതപരമാകട്ടെ കുടുംബപരമാകട്ടെ അത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇതിൽ അടയാളപ്പെടുത്തപ്പെട്ടു പോകുന്നുണ്ട്. അവിടെ ഒരു ചെറിയ 1-2 വാക്യം ഈ നോവലിൽ അത് വായിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ആ ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിലാണ് ഞാനത്
ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ പിറ്റേന്ന് ചാച്ചി ഉണർന്നില്ല. എണീക്കാത്തത് കൊണ്ട് വല്യമ്മ വിളിക്കാൻ ചെന്നപ്പോൾ തണുത്തു മരവിച്ച് കിടക്കുകയായിരുന്നു. വല്യമ്മയുടെ പഴയൊരു കവിണി പുതച്ച് അവർ ശവപ്പെട്ടിയിൽ പള്ളിയിലേക്ക് പോയി. ആ ഒരു വാക്യം തരുന്ന വലിയ ഒരു കാഴ്ചയുണ്ട് സ്ത്രീകളെക്കുറിച്ചുള്ള. ആ രണ്ടാമത്തെ വാക്യം, വല്യമ്മയുടെ പഴയ ഒരു കവിണി പുതച്ച് അവർ ശവപ്പെട്ടിയിൽ പള്ളിയിലേക്ക് പോയി. വല്യമ്മ മാത്രം ചടങ്ങ് പോലെ എണ്ണിപ്പിറക്കി കരഞ്ഞു. ഒരു സ്ത്രീ, ഒരു കുടുംബത്തിലെ സ്ത്രീ മരിക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന മരണത്തിൽ പോലും ഒരു സ്ത്രീ എങ്ങനെയാണ് ആ ഒരു സ്ത്രീയെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സമൂഹം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അനേക സ്ത്രീകൾ ഈ നോവലിൽ വന്നു പോകുന്നുണ്ട്. റൂത്ത് മാത്രമല്ല, രക്ഷ മാത്രമല്ല, അവരുടെ പേര് മാത്രമേ നമ്മുടെ പുസ്തകത്തിൻ്റെ ടൈറ്റിലിൽ വായിക്കുന്നുള്ളൂ. ഒരുപാട് സ്ത്രീകൾ വന്നു പോകുന്നുണ്ട്. ആ ഒരു ജീവിതത്തെ ഇത്ര വ്യക്തമായി കാണാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? 1950കളിൽ നടന്ന ജീവിതമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി 2-3 വർഷങ്ങൾ മാത്രം ഉള്ള ഒരു കാലത്തെ ഇത്ര അടയാളപ്പെടുത്താൻ കഴിഞ്ഞത് കേട്ടറിവിലാണെന്നാണ് ടീച്ചർ പറഞ്ഞത്. എങ്കിലും കേട്ടറിവ് കൊണ്ട് ഇത്രയും വലിയൊരു ഇമാജിനേഷൻ സൃഷ്ടിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ടീച്ചർ എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഭവമാവത്. നേരത്തെ പറഞ്ഞ പോലെ അത് കേട്ടറിവ് തന്നെയാണ്. കാരണം ഞാനത് അറിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നിയത് ഇപ്പോൾ അതിൽ ഈ പറഞ്ഞ പ്രത്യേക ആ സ്ത്രീ ത്രേസ്യ എന്ന് പറയുന്ന സ്ത്രീ കാല് വയ്യാത്തത് കൊണ്ട് അവർ പള്ളിയിൽ പോയിട്ടില്ല. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പോകുന്നത് ശവപ്പെട്ടിയിലാണ്. അപ്പോൾ വളരെ നിശബ്ദമായിട്ട് ജീവിച്ച് കാര്യമായ എന്നുവെച്ചാൽ കുടുംബമില്ല, ബന്ധങ്ങളില്ല. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും സ്ത്രീയുടെ അവസാനം ഏകദേശം ആ ഒരു കാലത്ത് പ്രത്യേകിച്ചും 1900 എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും അവർക്ക് ഒരു അന്തസ്സും സാമൂഹിക പദവിയും ഒക്കെ കിട്ടാൻ തുടങ്ങിയത് സ്വാതന്ത്ര്യത്തിനൊക്കെ അതിന് മുൻപ് വളരെ നാമമാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ രീതിയിൽ കുടുംബങ്ങളിൽ സ്ത്രീകളെ പരിഗണിക്കാൻ തുടങ്ങിയതൊക്കെ പിന്നീടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അക്കാലത്ത് മിക്കവാറും പെണ്ണുങ്ങളെ കൊണ്ട്, ഈ നോവൽ തന്നെ പറയുന്നുണ്ട്, പെണ്ണുങ്ങളെ കൊണ്ടുള്ള പ്രയോജനം അത്രയൊക്കെ ഉള്ളൂ. വെച്ച് വിളമ്പണം, പ്രസവിക്കണം, മക്കളെ വളർത്തണം, ബൈബിള് വായിക്കണം, പ്രാർത്ഥന ചൊല്ലണം, അങ്ങനെയുള്ള വളരെ വളരെ കുറച്ച് വീട്ടിലെ പണി ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ഇപ്പോഴായാലും വീട്ടമ്മ, എപ്പോഴും ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, സ്ത്രീകളുടെ അത്തരം അവസ്ഥകളെക്കുറിച്ച്. അപ്പോൾ വീട്ടിൽ ജോലിയില്ലാത്ത, പുറത്തു പോയി ജോലി ചെയ്യാത്ത സ്ത്രീകളെക്കുറിച്ച് നമ്മൾ ജോലിയൊന്നുമില്ല എന്ന് പറയുന്ന ആ മനോഭാവത്തിന് ഇന്നത്തെ കാലത്ത് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് അത് എത്രത്തോളം ക്രൂരമായിരുന്നു എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാം. അപ്പോൾ അത്തരം ഒരു സ്ത്രീയാണ് ഇതിൽ പറയുന്ന മിക്കവാറും സ്ത്രീകൾ അങ്ങനെയാണ്. ഒരുപാട് രാപ്പകൽ ജോലി ചെയ്ത് ഭർത്താവിൻ്റെ അടി വാങ്ങിക്കുക, കഷ്ടപ്പെടുക, സ്കൂളിൽ പോകാനും പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ വളരെ കുറയുക. അപ്പം എൻ്റെ ഒരു അമ്മായി പറഞ്ഞത് എനിക്കെപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അവർ നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു, ക്ലാസ്സിലൊക്കെ ഏറ്റവും മുൻപിലായിരുന്നു. പക്ഷേ 7ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും ഇന്നത്തെ 7ാം ക്ലാസ് അല്ല, അന്നത്തെ ക്ലാസ്, അപ്പോൾ ഏകദേശം 10-12 വയസ്സിൽ അവരോട് പഠിത്തം നിർത്താൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കരഞ്ഞതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. രാത്രിയും പകലും ഇല്ലാതെ ദിവസങ്ങളോളം കരഞ്ഞു. പക്ഷെ ഒരു കാര്യമില്ല, ആരും ഈ കരച്ചിൽ കാണില്ല. അവർ പറയുന്നത് എല്ലാവരെയും അന്ന് ഫീസ് കൊടുക്കണം പഠിക്കാൻ. അപ്പോൾ എല്ലാവരെയും ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല, ആൺപിള്ളേർ പഠിക്കട്ടെ, പെണ്ണുങ്ങൾ പഠിക്കണ്ട, അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ 2 വർഷം കഴിഞ്ഞ് കെട്ടിച്ച് വിടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പെണ്ണുങ്ങൾ പഠിക്കേണ്ട എന്ന് പറയുന്ന തീരുമാനത്തിൽ ഇപ്പോൾ ഒരു 84 വയസ്സൊക്കെയുള്ള അമ്മായി അന്ന് കരഞ്ഞതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും അവർ കരയും. അപ്പോൾ അന്ന് ആ വിദ്യാഭ്യാസം കിട്ടിയിരുന്നെങ്കിൽ അവരൊക്കെ ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുന്ന കെൽപ്പുള്ളവരായിരുന്നു. പക്ഷെ അവരൊക്കെ വളരെ 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 പരിമിതപ്പെട്ടു പോവാണ്. അപ്പോൾ ഇത്തരം സങ്കടങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു നമുക്കത് മനസ്സിലാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ സ്ത്രീകളുടെ സങ്കടങ്ങൾ സ്ത്രീ എന്നുള്ള രീതിയിൽ തന്നെ കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ കേട്ടുകേൾവികളെ കഥയും എന്താ പറയുക, ജീവിതം, കേട്ടുകേൾവികൾക്കുള്ളിൽ ജീവിതമാണുള്ളത്. ഇതേപോലെ കുറച്ചും കൂടി പുതിയ കാലത്ത് എൻ്റെ ഒരു ചിറ്റമ്മ പറഞ്ഞ വേറൊരു കാര്യം, അവർക്ക് ജോലി കിട്ടുമായിരുന്നു. ഡിഗ്രി വരെ പഠിച്ചതാണ്, അപ്പോൾ ജോലി കിട്ടുമായിരുന്നു. പക്ഷേ കുറച്ച് പൈസ കൊടുക്കണമായിരുന്നു ജോലി കിട്ടണമെങ്കിൽ. മാത്രമല്ല BEd പോലത്തെ ഒരു കോഴ്സിന് വിടണം, അപ്പോൾ അതിനൊക്കെ പൈസ വേണം. അപ്പോൾ അതുകൊണ്ട് അവരുടെ അച്ഛൻ പറഞ്ഞത് പഠിക്കാൻ പോകണ്ട, സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു വിടാൻ സ്ത്രീധനം വേണം,
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രയും പൈസ മുടക്കി പഠിപ്പിച്ചാലും സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു വിടണം. അത് കഴിഞ്ഞിട്ട് ഈ കിട്ടുന്ന ശമ്പളം, ജോലി കിട്ടി കിട്ടുന്ന ശമ്പളം വേറൊരു കുടുംബത്തിലേ കിട്ടുള്ളൂ, എനിക്കതുകൊണ്ട് പ്രയോജനമില്ലല്ലോ എന്ന് വളരെ നിഷ്ഠുരമായിട്ട് പെൺമക്കളുടെ വഴി അടച്ചു കളയുന്ന ആ മനോഭാവം, അതൊരു കച്ചവട മനോഭാവം എന്നൊന്നും പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ ക്രൂരം എന്ന് പറയാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് ആളുകൾ അങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്. കാരണം സ്ത്രീധനവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ 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 ശക്തമായതുകൊണ്ട് പെൺമക്കൾ എന്ന് പറയുന്നത് വലിയൊരു ഭാരമായിരുന്നു. അപ്പോൾ ഈ നോവലിൽ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പെണ്ണുങ്ങളുടെ ജീവിതം മാത്രമല്ല, ആണുങ്ങളുടെ ജീവിതവും ഉണ്ട്. അന്നത്തെ വളരെ നിസ്സഹായരായിട്ടുള്ള ഒരുപാട് ആണുങ്ങളുടെ ജീവിതവും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേട്ടറിവ് മാത്രമുള്ള ഒരു കാലത്തെ കഴിയുന്നത്ര സത്യസന്ധമായിട്ടും അനുഭവ തീവ്രമായിട്ടും പകർത്താനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. എഴുത്തിലെ ഒരു നല്ല തച്ചൻ്റെ ലക്ഷണമാണത്. നമ്മുടെ കേട്ടുകേൾവി വഴിയോ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കുറേ ഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് എഴുതുന്ന നോവലുകളൊക്കെ ഉണ്ടാകാം. അതല്ലാതെ കേട്ടുകേൾവി വഴി മാത്രം അറിഞ്ഞ സംഭവങ്ങളെ വളരെ ഭംഗിയായി വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ മതം ഈ കുടുംബങ്ങളിൽ നടത്തുന്ന വളരെ വലിയ ഒരു ആക്രമണമുണ്ട്, അങ്ങനെ തന്നെ പറയാം. ഒരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട് നോവലിൽ, അത് ഒന്ന് സൂചിപ്പിക്കാമെന്ന് തോന്നുന്നു. ഒരു മാമോദീസ മുക്കാത്തത് കൊണ്ടൊരു കുഞ്ഞ് മരിക്കുമ്പോൾ തെമ്മാടിക്കുഴിയിൽ അടക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ആ മതത്തിൻ്റെ ആ ഒരു വലിയ ഇത്, അതുപോലെ തന്നെ മതം നമ്മുടെ നേരെ ചൂണ്ടുന്ന രണ്ട് ആയുധങ്ങൾ, ഒന്ന് വിവാഹവും ഒന്ന് ശവമടക്കമാണെന്നും ടീച്ചർ എഴുതിയിട്ടുണ്ട്. ടീച്ചർ ഒന്ന് അതിനെപ്പറ്റി ഒന്ന്. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ക്രിസ്തു മതത്തിൽ എനിക്കിപ്പോൾ അതാണല്ലോ പറയാൻ പറ്റുക ആധികാരികമായിട്ട്, ഞാൻ ആ മതത്തിൽ പെട്ട ആളായതുകൊണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെയുണ്ട്. നമ്മളുടെ ബന്ധുക്കളുമൊക്കെ പറയാറുണ്ട്, പള്ളി പൈസ ചോദിക്കുമ്പോഴുമൊക്കെ കൊടുക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ കല്യാണം വരുമ്പോൾ അതവിടെ നടത്തില്ല എന്ന് പറയും, അല്ലെങ്കിൽ അതും പ്രശ്നമില്ല. പക്ഷേ ശവം അടക്കില്ല, സെമിത്തേരിയിൽ ശവം അടക്കില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സെമിത്തേരിയിൽ തന്നെ കിടക്കണം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ പറയുന്ന പലപ്പോഴും ആ ഒരു ഭീഷണിയിലാണ് മനുഷ്യരെ എപ്പോഴും എല്ലാ മതങ്ങളും അവരുടെ മനുഷ്യന്മാരെ അതിലുൾപ്പെട്ട മനുഷ്യരെ പിടിച്ചു നിർത്തുന്നത് കുറേ ഭീഷണികളിലും പ്രലോഭനങ്ങളിലുമാണ്. അതെനിക്ക് തോന്നിയത് ക്രിസ്തു മതത്തിൽ അത് വളരെ ശക്തമായിട്ടുണ്ട്. എല്ലാ സംഘടിത മതങ്ങളിലും അത് വളരെ ശക്തമാണ്. അപ്പോൾ ഇവിടെയും അങ്ങനെയാണ്. അപ്പോൾ ഇതിലെ പറഞ്ഞ അനുഭവം, മാമോദീസ മുങ്ങാത്തത് കൊണ്ട് തെമ്മാടിക്കുഴിയിൽ അടക്കിയ സംഭവം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാരണങ്ങൾ കൊണ്ട് മതവിശ്വാസി അല്ലാതായി മാറിയ ഒരു അച്ഛനാണ് എൻ്റേത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിലെ മതവിമർശനപരമായിട്ടുള്ള ഭാഗങ്ങൾ എഴുതുമ്പോൾ എനിക്ക് ഒട്ടും കുറ്റബോധം ഉണ്ടാവില്ല. ഞാനത് ശീലിച്ചില്ല. കാരണം അതിനെ വിമർശിച്ചുകൊണ്ടും ഇത്തരം തെറ്റായ പ്രവണതകളെ അതിനെ കളിയാക്കിയും പരിഹസിച്ചും അതിനെ ഒഴിവാക്കിയിട്ടും വളർന്നു വന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. അങ്ങനെയാണ് ഞാൻ വളർത്തപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ കുറച്ച് ഡിറ്റാച്ച്ഡായിട്ട് മാറി നിന്നിട്ട് എനിക്കൊരു പേടിയില്ലാതെ വളരെ സത്യസന്ധമായിട്ട് അതിനെക്കുറിച്ച് എഴുതാൻ പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ പള്ളിയെ വിമർശിക്കുന്ന, മതത്തെ വിമർശിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. മതത്തെ വിമർശിക്കുന്ന ഭാഗത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ആ ഒരു വേദിയിൽ ഇന്നലെ നമ്മുടെ എൻ്റെ യേശു എന്ന് പറയുന്ന ഒരു വിഷയത്തെപ്പറ്റി ഒരു സംവാദം നടന്നിരുന്നു. ഐറിസ് ടീച്ചറാണ് സംവാദം നയിച്ചത്. അപ്പം മതവും ദൈവവും ടീച്ചർ കൃത്യമായി ഈ നോവലിൽ പറയുന്നുണ്ട്, മതവും ദൈവവും രണ്ടാണ്. അതിനൊരു ഉദാഹരണം, ഒരു കാഴ്ചയും പറയുന്നുണ്ട്. തണുത്ത് വിറച്ച് അല്പവസ്ത്രം ധരിച്ച് യേശുദേവൻ കുരിശിൽ കിടക്കുമ്പോൾ അച്ഛൻ പളപളത്ത വസ്ത്രമണിഞ്ഞ് കുർബാന ചൊല്ലാനെത്തിയത്. ആ ഒരു ധൈര്യത്തെ, എഴുത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് അതാണ്. പൊതുവിൽ നമ്മുടെ വളരെയധികം നമ്മളോട് അങ്ങനെ സംസാരിക്കുകയോ അല്ലെങ്കിൽ വളരെ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയോ ഒന്നും ചെയ്യാത്ത ഒരു എഴുത്തുകാരിയായിട്ടാണ് ജിസ ടീച്ചറെ ഞാൻ എപ്പോഴും കാണാറുള്ളത്. ടീച്ചറിനെ വായിക്കുന്നത് നമ്മുടെ പുസ്തകത്തിലൂടെ തന്നെയാണ്, ടീച്ചറിൻ്റെ എഴുത്തുകളിൽ കൂടി തന്നെയാണ്. ആ മതം അന്നത്തെ അവസ്ഥയിൽ നിന്ന് കൂടുതൽ അധപ്പതിക്കുകയാണോ അതേ പുരോഗതി നേടുകയാണോ ചെയ്തത്? നമ്മളുടെ വിഷയം മതമല്ലാത്തത് കൊണ്ട് എന്തായാലും ഈ ചോദ്യത്തിന് മതമല്ല എങ്കിലും ഈ ഒരു പുസ്തകത്തിൽ മതം ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്, ഞാനൊരു പ്രാക്ടീസിങ് ക്രിസ്ത്യാനി അല്ല,
പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് മതം കൂടുതൽ ചുരുങ്ങുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, വ്യക്തിപരമായിട്ടുള്ള എൻ്റെ തോന്നൽ. പണ്ടത്തെ കാലത്ത് ആളുകൾ അതിനെ വിട്ടുപോകാനും അതിനെ ചോദ്യം ചെയ്യാനുമുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ട്. ഈ ഒരു കാലത്ത് 1950-കളിൽ പോലും ചില എതിർ ശബ്ദങ്ങൾ വരുന്നുണ്ട്. ഇതിൽ തന്നെ ആ കുട്ടിയെ അടക്കാത്തപ്പോൾ ആ അച്ഛൻ വളരെ പള്ളിയെ തള്ളി പറയുന്നുണ്ട്, ചത്താൽ എൻ്റെ ശവം മെഡിക്കൽ കോളേജിൽ കൊടുക്കും, ഒരിക്കലും ഞാൻ പള്ളിയിലേക്ക് പോവില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ റിബൽ മനോഭാവങ്ങൾ അന്നത്തെ കാലത്ത് സ്വന്തം അനുഭവങ്ങളിൽ നിന്നാവാം, മോശം അനുഭവങ്ങൾ നേരിടുമ്പോഴായിരിക്കാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മനുഷ്യർ കുറച്ചും കൂടി മതത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടി ഭീരുക്കളാവുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവർ മതത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവിടുത്തെ തെറ്റെന്ന് മനസ്സിലാക്കിയിട്ടും അതിനുള്ളിൽ തന്നെ നിൽക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനോ ആണ് താല്പര്യം കാണിക്കുന്നതെന്ന് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ തോന്നൽ. ശരിയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, നോവൽ എഴുതുന്ന കാലത്തുണ്ടായിരുന്ന ധൈര്യശാലികൾ ഇന്ന് അത്രത്തോളം ഇല്ല എന്ന് തന്നെയാണ് നമ്മുടെ ഒരു സാമൂഹ്യ ചുറ്റുപാടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ രാഷ്ട്രീയം പറയാനും ടീച്ചർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. വളരെ സൂക്ഷ്മമായ വായനയിൽ ആ രാഷ്ട്രീയം നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാനും സാധിക്കുന്നുണ്ട്. അതിലൊന്നാണ് മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് പറയുന്ന പുസ്തകം ഒരു വായനശാലയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഒരു അധ്യാപകൻ സ്വന്തം നിലയിൽ നടത്തുന്ന ഒരു വായനശാലയിൽ പലരിൽ നിന്നും യാചിച്ചു വാങ്ങിയ പുസ്തകങ്ങൾ കൊണ്ടൊരു വായനശാല ഉണ്ടാക്കി അത് നടത്തിക്കൊണ്ടു പോകുമ്പോൾ അവിടെ അദ്ദേഹം മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് പറയുന്ന പുസ്തകം വരുത്തി വയ്ക്കുന്നു. അതിൻ്റെ പേരിൽ വായനശാല കത്തിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്. ഈ സംഭവം ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഉണ്ടായ സംഭവമാണ്. അതൊരു ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കേട്ട കഥയാണ്, കേട്ടതല്ല ശരിക്കും ഉണ്ടായൊരു സംഭവമാണ്. അപ്പോൾ അതിനെയാണ് ഞാൻ അതിൽ കുറച്ചും കൂടി കഥയുടെ അംശങ്ങൾ ചേർത്ത് അതിനെ ഒന്ന് വിപുലമാക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ അമ്മ റഷ്യൻ നോവൽ എന്ന് പറയുന്നത് തന്നെ പേടിപ്പിക്കുന്നതാണ്. കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ചെകുത്താനെ കുരിശ് കണ്ടതുപോലെ എന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യൻ നോവലായ കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്ന എന്ന് തെറ്റിദ്ധരിപ്പിച്ച അമ്മ എന്നുള്ള നോവൽ, അതൊരു നോവലാണ്, ഫിക്ഷനാണ്. ആ രീതിയിൽ കാണാനുള്ള വിശാല ചിന്താഗതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ നോവൽ അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ആ ലൈബ്രറി കത്തിച്ച് കളയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിമോചന സമരത്തെക്കുറിച്ച് ഈ നോവലിൽ പറയുന്നുണ്ട്. അതൊരു രണ്ട് കാഴ്ചയിലും പറയുന്നുണ്ട്. ഒന്ന്, വിമോചന സമരത്തെ അനുകൂലിക്കുന്ന ഒരു ക്രിസ്ത്യൻ സാമ്പ്രദായികമായിട്ടുള്ള കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളുണ്ട്. അതിനോട് എതിരായിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് സ്വയം അറിയാതെ രൂപപ്പെടുത്തിയ റൂത്ത് എന്ന് പറയുന്ന സ്ത്രീ. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിൽ ആ ഒരു കാലം ആ ഒരു സംഭവങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ നക്സൽബാരി വിപ്ലവം, നക്സൽ മൂവ്മെൻറ്റ്, അങ്ങനത്തെ സമരങ്ങളൊക്കെ രണ്ട് തരം വീക്ഷണങ്ങളിലൂടെയും ഞാൻ ഈ നോവലിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏത് പക്ഷത്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ റൂത്തിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ ബഹിഷ്കൃതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യർ എല്ലാ കാലത്തുമുണ്ട്. അവർ വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഒരു കൃത്യമായൊരു രാഷ്ട്രീയ നിലപാടായിട്ട് എനിക്ക് തോന്നുന്നു. സ്ത്രീ കഥാപാത്രങ്ങളുടെ മനഃശാസ്ത്രം, അതിൽ നമ്മുടെ ഈ ആദ്യ ഭാഗങ്ങളിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ശോശക്കുട്ടിയും അതുപോലെ തന്നെ ദീനം. ഇവർ രണ്ടുപേരും വളരെ എക്സ്ട്രീമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അവരുടെ ചിന്തകളിൽ, സംസാരത്തിൽ ഒക്കെ. ഒരാൾ വളരെ ഓപ്പണായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ തുറന്ന് സംസാരിക്കുകയും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്നയാളും അടുത്തയാൾ വളരെ ഭയത്തോടുകൂടി ജീവിതത്തെ കാണുകയും ചെയ്യുന്ന ആളാണ്. ടീച്ചർ യഥാർത്ഥത്തിൽ ഏത് പക്ഷത്താണ്? അതിനുള്ള ഉത്തരം കൂടിയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ഇപ്പോൾ ശോശക്കുട്ടിമാരാണ് കൂടുതലുള്ളത്. അവർ കൺവെൻഷനലായിട്ടുള്ള രീതികൾ, സാമ്പ്രദായികമായ രീതിയിൽ അവർ ജീവിച്ച് അവസാനിക്കുന്നു. അവർക്ക് അവരുടെ ഉള്ളിലുണ്ട്, ചില സമയത്തൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ദീനാമ പോലത്തെ ആളുകൾ വളരെ കുറവാണ്. ദീനാമയാണ് ചിലപ്പോൾ റൂത്തിനെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർ വളരെ കുറവാണ്. പക്ഷെ അവരും ഉണ്ട് എന്നുള്ളതാണ് ഈ ലോകത്തെ വളരെ ജീവിക്കാൻ പറ്റുന്നതാക്കി മാറ്റുന്നത്. അപ്പോൾ ഞാൻ ആരുടെ കൂടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പം വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ചില സമയത്ത് ഞാൻ ഇവരുടെ കൂടെയും ആയിരിക്കും. പക്ഷെ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് റൂത്തിൻ്റെയും ദീനയുടെയും ഒക്കെ കൂടെയാണ്. ചെറിയൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ നമ്മുടെ വേദപുസ്തകങ്ങളിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി എഴുതപ്പെട്ട വേദപുസ്തകങ്ങളിൽ പ്രധാന പേരുള്ള ഒരാളാണ് റൂത്ത് എന്ന് പറയുന്നു. ഞാൻ ടീച്ചറിനോട് ചോദിച്ചു, ഈ രക്ഷ എന്ന പേര്, അങ്ങനെ നമുക്ക് അധികം പേരുള്ള ആരെയും പരിചയമില്ല. ഈ നോവലിലാണ് ആദ്യമായിട്ട് രക്ഷ എന്ന പേരുള്ള ഒരു സ്ത്രീയെ പറ്റി കാണുന്നത്. അത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇട്ടതാണോ ആ പേരെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ അല്ല, യാദൃച്ഛികമായി ഇട്ടതാണ്.
പക്ഷേ ഈ നോവൽ അത് എഴുത്തുകാരി ഉണ്ടാക്കുന്ന ഒരു വിസ്മയമാണ്, എഴുതുമ്പോൾ അറിയാതെ ഉണ്ടാക്കുന്ന ഒരു വിസ്മയമായിട്ടാണ് എനിക്ക് തോന്നിയത്. റൂത്തിൻ്റെ രക്ഷയാണ് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ, അവസാന കാലത്ത് സ്വന്തം കഥ പറഞ്ഞു കൊടുക്കാൻ, കഥ പറയാനായിട്ട്, ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് കഥ പറയുവാനായിട്ട് കിട്ടിയ ഏക രക്ഷ, ആ ജീവിതം പറയാനുള്ള ഏക രക്ഷയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ നിലയ്ക്കും പുസ്തകത്തിൻ്റെ പേരുകൊണ്ട് പോലും പുസ്തകം നമ്മെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടീച്ചറിൻ്റെ പ്രിയപ്പെട്ട വായനക്കാരുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. എനിക്ക് ചോദ്യമല്ല, ഒരു നിരീക്ഷണമാണ്. അതായത് എനിക്ക് തോന്നുന്നതാണ്, നമ്മൾ ശരിക്ക് ഇപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ധവിശ്വാസങ്ങൾ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ കൊണ്ടുപോകുമ്പോൾ അതിനെ നമ്മൾ എതിർക്കേണ്ട. ഏകദേശം ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം. വിദ്യാഭ്യാസം ഉള്ളവരത് പറയുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. എന്ന് പറഞ്ഞതുപോലെ ടീച്ചർ അല്ല ഇവിടെ പറഞ്ഞ എൻ്റെ ഒരു നിരീക്ഷണം അതാണ്. ഈ പണ്ട് കാലത്ത് നമ്മൾ നോക്കുമ്പം ഈ പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും എന്ത് മതവിശ്വാസം അവർക്കെതിരാണെങ്കിൽ അവർ എതിർക്കുന്നവരുണ്ട്, എതിർത്ത് വിപ്ലവകരമായ ജീവിതം നയിച്ച് മാതൃകയാവുന്നവരുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നവരുണ്ട്, നല്ല വിദ്യാഭ്യാസം നേടി വന്നവർ എതിർക്കാൻ പറ്റുമെങ്കിലും അവർ എതിർക്കൂല, അതിനൊന്നും പോകണ്ട എന്ന് പറയാം. അങ്ങനെ അത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനും എപ്പോഴും ഇദ്ദേഹം ശ്രീ പ്രിയദർശൻ പറഞ്ഞ പോലെ ഞാനും എന്തുകൊണ്ട് എതിർക്കുന്നില്ല, അവർ വിചാരിക്കുന്ന ഒന്നിനും പോകേണ്ട, കുഴപ്പമില്ല, അത് വളരെ അപകടകരമാണെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എൻ്റെ ഒരു നിരീക്ഷണം. തീർച്ചയായിട്ടും പറഞ്ഞത് വളരെ സത്യമാണ്. നമ്മൾ എന്തിനാ കുഴപ്പത്തിന് പോകണത്? ഇതൊക്കെ അങ്ങനെയാണ്, ലോകം ഇങ്ങനെ മാറില്ല, ഇതുപോലൊക്കെ മതി. ഇപ്പം നമ്മൾ മഹാഭാരതവും രാമായണവും ഒക്കെ സാഹിത്യകൃതികളായിട്ട് ആസ്വദിച്ച ആളുകൾക്ക് ഇപ്പം അത് പറ്റില്ല. അതിനെക്കുറിച്ച് ക്ലാസ് റൂമിൽ പറയുമ്പോൾ പോലും പ്രശ്നങ്ങളുണ്ട്. പണ്ടത്തെ പോലെ സ്വതന്ത്രമായിട്ടൊന്നും ഇതൊന്നും പറയാൻ, വിമർശനാത്മകമായിട്ടൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാലം അങ്ങനെയൊക്കെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ നോവലിനെ കുറിച്ച് പലരും എന്നോട് ചോദിച്ചു, പേര് കണ്ടിട്ട് ഇതൊരു ബിബ്ലിക്കൽ നോവലാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് ഒരു തരത്തിലുമല്ല, പേര് അങ്ങനെ ആയി എന്ന് മാത്രമേ ഉള്ളൂ. ബൈബിളിൽ ഏറ്റവും കൂടുതൽ രക്ഷ എന്നുള്ള പേരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്, ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്കാണ് രക്ഷ എന്നുള്ളത്. അപ്പോൾ ഈ രക്ഷ എന്നുള്ള പേര് ഈ പെൺകുട്ടിയുടെ പേരാണ്. പക്ഷെ അതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് അറിയില്ല, എങ്ങനെയോ വന്നതാണ്. അപ്പോൾ അത് വേറെ മനഃപൂർവ്വം ഇട്ട ഒരു പേരായിരുന്നില്ല. രക്ഷ മുഴുവൻ പേര് പറയട്ടെ. രക്ഷ ത്യാഗി എന്നാണ് അവളുടെ പേര്. കാരണം മലയാളിയല്ല, ഒരു ബീഹാറിയാണ്. അപ്പോൾ അച്ഛൻ്റെ പേര് ത്യാഗി, ശൈലേന്ദ്ര ത്യാഗി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് രക്ഷ ത്യാഗി എന്നാണ് അവളുടെ പേര് വന്നത്. അതങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതിൽ ബൈബിളും അതുമായിട്ട് 50കളിലെ കേരളവും മാത്രമല്ല ഉള്ളത്, ഒരു 80-90കളിലെ ബീഹാറുണ്ട്, അതേപോലെ ഭോജ്പൂർ കലാപവും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു ബൈബിൾ നോവലല്ല. 2 കഥാപാത്രങ്ങളുടെ പേര്, റൂത്തിൻ്റെ പേര് അങ്ങനെ ആയി എന്ന് മാത്രമേ ഉള്ളൂ. ടീച്ചറിൻ്റെ നോവലുകളിലൊക്കെ തന്നെ നമുക്ക് സാമൂഹ്യ വിമർശനം നടത്തേണ്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ സ്ത്രീ കഥാപാത്രങ്ങളെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ താരാപ്രിയദർശിനി വരുന്ന മുക്തിവാഹിനിയിലാണെങ്കിലും മുദ്രിതയിലാണെങ്കിലും, ഇപ്പോൾ റൂത്തിൻ്റെ പുസ്തകം ഞാൻ വായിച്ചില്ല, റൂത്തിൻ്റെ പുസ്തകത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ അത് ഈ സമകാലീന എഴുത്തുകാരിൽ, ഞാൻ വനിതാ എഴുത്തുകാരെന്ന് പറയുന്നില്ല, ഇപ്പോൾ കലാച്ചിയിലാണെങ്കിൽ ഫിദ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ കൊണ്ട് അങ്ങനെ ഓരോ, ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിന് ഉതകുന്ന തരത്തിൽ ഒരുപക്ഷെ സ്ത്രീകൾ എന്തുകൊണ്ടും ഈ മാറ്റത്തിന് മുന്നോട്ട് വരണം എന്നുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എല്ലാവരും ഇങ്ങനെ എഴുതി തുടങ്ങിയത് എന്ന ഒരു, ഇപ്പോൾ ഹരിദാ സാവിത്രിയുടെ കുർബാൻ തൊട്ട് മുമ്പ് ഇവിടെ നടന്നു, അതിലുമൊക്കെ ഈ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി സ്ത്രീകൾ മുന്നിട്ടിറങ്ങേണ്ടുന്ന ഒരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് സ്ത്രീകൾ എല്ലാ കാലത്തും മുന്നിട്ട് ഇറങ്ങിയിരുന്നു, അതൊരു സത്യമാണ്. പക്ഷെ അവരുടെ കഥ അവർ നടത്തിയ സമരങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരുന്നില്ല, അതാണ് യഥാർത്ഥത്തിലുള്ള ഇഷ്യൂ. ഇപ്പോൾ ഈ നോവലിൽ വിമോചന സമരകാലത്ത് ഒരു കുറ്റിച്ചൂൽ സമരം നടത്തുന്നുണ്ട് സ്ത്രീകൾ. കുറ്റിച്ചൂല് എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് നഗരത്തിലൂടെ ഒരു ഇത് നടത്തുകയാണ്, റാലി നടത്തുകയാണ് സ്ത്രീകൾ. അപ്പോൾ കുറ്റിച്ചൂൽ സമരം എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് നമ്മളൊരു ചരിത്രത്തിലും കാണില്ല. കാരണം വിമോചന സമരത്തിൽ കുറ്റിച്ചൂലല്ലിത് സർക്കാരെ, അല്ല സോറി എന്താ പറയുക, അരിവാളല്ലിത് സർക്കാർ കുറ്റിച്ചൂലാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറ്റിച്ചൂല് കൊണ്ട് സ്ത്രീകൾ മുന്നിട്ടിറങ്ങി ഈ സർക്കാരിനെ മാറ്റാൻ, കമ്മ്യൂണിസത്തെ അട്ടിമറിക്കാനുള്ള സമരമാണ്. പക്ഷെ അത് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സമരങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സമരങ്ങൾ സ്ത്രീകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അത് അടയാളപ്പെടുത്തപ്പെട്ടില്ല, അതിനെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലാണ് ഉഷ്ണമേഖല എന്നുള്ള നോവൽ വായിക്കുന്നത്. അത് എനിക്ക് ആരാ എഴുതിയ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതൊരു പുരുഷൻ്റെ, ഇത്തരം ഇതിൽ പെടുന്ന ഒരു പുരുഷൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമാണ്. അപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ള മിക്കവാറും നോവലുകളിൽ നക്സൽ
ഇതിലായാലും അല്ലാതെ എന്ത് തരം സമരങ്ങളിലായാലും ആണുങ്ങളാണ് പങ്കെടുക്കുന്നത്, അവരാണ് അതിൻ്റെയൊക്കെ ഇത് അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ സ്ത്രീകൾ പരോക്ഷമായിട്ടെങ്കിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് ഈ സമരത്തെയൊക്കെ കണ്ടത്, ഈ വിപ്ലവത്തെ കണ്ടത്? അവർക്ക് കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. ഇതിൽ നക്സൽ മൂവ്മെൻറ്റിൽ പങ്കെടുക്കുന്ന ഒരു സ്ത്രീയുണ്ട്, നക്സൽ ബാരി എന്നുള്ളൊരു സ്ത്രീയുണ്ട്, നീൽകാന്ത. അപ്പോൾ അവരത് ആ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീയാണ്. അതിൽ പക്ഷേ പെണ്ണുങ്ങളുടെ സമരം എങ്ങനെയാണ് ആണുങ്ങൾ അട്ടിമറിച്ചതെന്ന് അതിൽ അവർ പറയുന്നുണ്ട് കൃത്യമായിട്ട്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ച്, സ്ത്രീകളുടെ സമരത്തെക്കുറിച്ച് അവർ നടത്തിയിരുന്ന അതിജീവന ശ്രമങ്ങളെക്കുറിച്ച്, ലോകത്തെ മാറ്റിമറിക്കാനുള്ള പല കാര്യങ്ങളും അവർ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് വെളിച്ചത്തേക്ക് വരുന്നു എന്നാണ് എനിക്ക് അതിനെപ്പറ്റി തോന്നുന്നത്. ഐറിസാണ്, നമ്മൾ കണ്ടിട്ടുണ്ട് കോഴിക്കോട് വെച്ചിട്ട്. എനിക്ക് പെട്ടെന്ന് ചോദിക്കാൻ തോന്നുന്നു, ഒരുപാട് സംസാരിക്കാനുള്ള വിഷയമാണ്, പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാനൊന്ന് പറയുകയാണ്. അതായത് സ്ത്രീകളുടെ ഒരുപാട് രചനകൾ വരുന്നു, ലോകമെങ്ങും സ്ത്രീകൾ വളരെ ശക്തമായി എഴുതുന്നു. വെറുതെ എഴുതലല്ല, അത് ശരിക്കും ജെൻഡർ സെൻസിറ്റിവിറ്റിയോട് കൂടി തന്നെ അതൊരു രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് തന്നെ എഴുതുകയാണ്. പക്ഷേ എഴുത്തിൻ്റെ താളുകളിൽ വരുന്ന ഈ ശക്തയായ സ്ത്രീ എവിടെ വെച്ചിട്ടാണ് സമൂഹത്തിന് പിടിയില്ലാത്ത ഒരിടത്തേക്ക് മാറിപ്പോകുന്നത്? നമ്മുടെ പെൺകുട്ടികളോ നമ്മുടെ സമൂഹമോ നമ്മുടെ കുടുംബങ്ങളോ അത്തരം കഥകൾ വായിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? എന്തൊരു ദുരന്തമാണ് സംഭവിക്കുന്നത്. എനിക്ക് ടീച്ചർ പറഞ്ഞത് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, സ്ത്രീകളുടെ എഴുത്തിനെ ആ ഒരു ഗൗരവത്തോടു കൂടി കാണുന്നവരുണ്ടോ എന്നുള്ളത്. എപ്പോഴും അതിനെ പെണ്ണുങ്ങളുടെ എഴുത്ത് കനം കുറഞ്ഞതാണ് എന്നുള്ള പണ്ട് തൊട്ടേയുള്ള ധാരണ ഇപ്പോഴും വളരെ ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ദുലേഖ എന്നുള്ള നോവൽ വരുമ്പോൾ അതിനെക്കുറിച്ച് ജോസഫ് മുണ്ടശ്ശേരി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ ഇന്ദുലേഖ ഒരു ആഖ്യായിക എന്ന് പറയില്ലായിരുന്നു. ആഖ്യായിക എന്ന് വെച്ചാൽ രാമരാജ ബഹദൂറും മാർത്താണ്ഡവർമ്മയൊക്കെയാണ്. ഇന്ദുലേഖ ആ കൂട്ടത്തിൽ പെടില്ല. കാരണം അത് പെണ്ണുങ്ങൾക്ക് വായിക്കാൻ വേണ്ടി എഴുതിയതാണ്, കനമില്ലാത്തതാണ്. അപ്പോൾ പെണ്ണുങ്ങൾ എഴുതുന്നതും പെണ്ണുങ്ങൾക്ക് വായിക്കാൻ വേണ്ടി എഴുതുന്നതും ഒക്കെ വളരെ മോശമാണ്, മാറ്റിവെക്കേണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത ശക്തമായിട്ടുണ്ട്. അത് ഇപ്പോഴുമുണ്ട്, ഒരു കുറവുമില്ലാത്ത രീതിയിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കൂടുതലായിട്ട് എഴുതുന്നു, അവർ രാഷ്ട്രീയം എഴുതുന്നു. പക്ഷേ അത് ആ രീതിയിൽ ആ ഗൗരവത്തോടു കൂടി വായിക്കപ്പെടുന്നില്ല എന്നുള്ളത് സ്ത്രീകളുടെ എഴുത്തിൻ്റെ വലിയൊരു പരിമിതിയാണ്.